ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു രുചി ലാബ്. ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് ഒരു പാൻ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വൺ പോട്ട് റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമ്മുടെ ഈ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീര്, 1 നുള്ള് അളവിൽ മാത്രം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് ചേർത്തത് ചെറിയ സ്പൂണാണ്, ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട മറ്റുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയെടുക്കുക. അതിനു വേണ്ടിയിട്ട് ഇതുപോലെ അല്പം പരന്ന അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു നോൺ സ്റ്റിക്ക് കടായിയോ മറ്റോ ചൂടാക്കാൻ വെക്കുക. വളരെ കുറഞ്ഞ അളവിൽ വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നോൺ സ്റ്റിക്ക് പാൻ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചേർക്കുമ്പോഴായിരിക്കും നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇത് റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അല്പം എണ്ണ കൂടുതൽ വേണം. മീഡിയം തീയിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്കൊരു 3 മീഡിയം സൈസ് സവോള നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ വളരെ കുറഞ്ഞ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. സവോള പെട്ടെന്ന് കുക്കായി കിട്ടാനാണ്. മീഡിയം തീയിൽ വെച്ചിട്ട് സവോള നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇടവിട്ട് ഇളക്കി വേവിക്കുക. സവോളൊക്കെ നന്നായിട്ട് വഴണ്ട് വന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നാൽ മാത്രമേ ചിക്കൻ റോസ്റ്റിന് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഉള്ളിയൊക്കെ നന്നായിട്ട് കുക്കായി നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഞാൻ 1.5 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും 6 വലിയ വെളുത്തുള്ളി അല്ലിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ വെളുത്തുള്ളി അല്ലിയാണെങ്കിൽ ഒരു 8 മുതൽ 10 വരെ ചേർക്കാം. കൂടെ തന്നെ 2 പച്ചമുളക് നന്നായിട്ട് സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയുടെയും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെയൊക്കെ ആ റോ ഫ്ലേവർ മാറുന്നതിന് വേണ്ടിയിട്ട് 1-2 മിനിറ്റ് സമയം മീഡിയം തീയിൽ ഇളക്കി വേവിക്കുക. ഇനി തീ വളരെ കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 3/4 ടീസ്പൂൺ, എരിവുള്ള മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ. കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ എന്നുള്ളത് 1.5 ടേബിൾ സ്പൂൺ ആക്കിയാൽ മതി. ഇനി ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ മസാലയുടെ പച്ചമണക്കം ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. തീ കൂട്ടി വെക്കരുത്, മസാല കരിഞ്ഞു പോകും. മസാല എല്ലാം നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കാം. കൂടെ തന്നെ 2 അല്ലി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. മീഡിയം തീയിൽ വെച്ചിട്ട് 3-4 മിനിറ്റ് സമയം വരെ ചിക്കൻ ഈ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ മാത്രം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-12 മിനിറ്റ് സമയം വരെ വേവിക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം വളരെ കുറവായതുകൊണ്ട് തന്നെ കൂടുതൽ സമയം മീഡിയം ഫ്ലെയിമിൽ വേവിച്ച് കഴിഞ്ഞാൽ ഇത് പാൻ്റെ അടിയിൽ പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓരോ 2 മിനിറ്റ് ഇടപെട്ടിട്ട് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇതിപ്പോൾ ഒരു 12 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആവുന്നവരെ ഒന്ന് ഇളക്കി വേവിക്കുക. ഇനി നമുക്കിതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ്, 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, കൂടെ തന്നെ 1 അല്ലി കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആവുന്നവരെ ഏകദേശം 1-2 മിനിറ്റ് സമയം വരെ ഇളക്കി വേവിക്കുക. നല്ല രീതിയിൽ ഡ്രൈ ആവുമ്പോഴാണ് ചിക്കൻ റോസ്റ്റിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. പക്ഷെ അത് കരിഞ്ഞു പോരുത്, അതുകൊണ്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.